സോഷ്യൽ മീഡിയയിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ളതാകുന്ന സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളുടെ വർത്തമാനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവരുടെ ചില വചനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് വല്ലാതെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ന്യൂനപക്ഷ സമുദായത്തെ അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുകയും ആ അവകാശങ്ങൾക്ക് വേണ്ട രീതിയിൽ കൃത്യമായി ചുവടുവെപ്പുകൾ വെക്കാതെ അധികാരി വർഗങ്ങൾ അധികാരത്തിന്മേൽ കടിച്ചു തൂങ്ങുകയും ചെയ്യുമ്പോൾ സമുദായത്തിന്റെ നേതാക്കൾ ഉണർത്തും, ശാക്തീകരിക്കും, ശക്തമായി ശബ്ദിക്കും. അതിനാണല്ലോ നേതൃത്വങ്ങളുള്ളത്. സമുന്നതരാകുന്ന ആലിമീങ്ങൾ മുത്തുക്കോയ തങ്ങളടക്കം സമസ്തയുടെയും അതുപോലെ തന്നെ ബഹുവന്ദരാകുന്ന എപി ഉസ്താദിന്റെ സമസ്തയും അടക്കമുള്ള ആലിമീങ്ങളടക്കം ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. സ്കൂൾ വിദ്യാഭ്യാസം ഇപ്പോൾ അരമണിക്കൂറോട് കൂട്ടിയത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത്, മദ്രസയുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലേക്ക് പോകും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രയാസമാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ഒരാഴ്ചയായിട്ട് അതായിരുന്നു. ധാർഷ്ട്യം വെച്ചുകൊണ്ട് പുലർത്തുന്ന ചില വർത്തമാനങ്ങൾ ചിലരുടെ ഭാഗത്തുണ്ടായി. ഖേദകരമാണ്. ചർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങി വരാതെ മറ്റുള്ളതാകുന്ന ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സമുദായത്തെ പരിപൂർണമായി അപഹസിക്കുന്നത് തീർച്ചയായും അവരുടെ അധികാരത്തെ നഷ്ടപ്പെടുത്താൻ ഹേതുവാകുമെന്നേ ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. വലിയ വിഷയം തന്നെയാണ്, ചെറിയ കാര്യമല്ല. കാരണം ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ജനങ്ങൾക്ക് അറിവ് കൊടുക്കണം. ആ അറിവ് ഭൗതികവും വേണം, ആത്മീയവും വേണം. രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മനോഹരമാകുന്ന വിജ്ഞാനത്തിൻ്റെതാകുന്ന തലങ്ങൾ മക്കൾ പഠിക്കട്ടെ. മുതിർന്നവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ അവഗണിക്കരുത്, അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്. കുടുംബ ബന്ധം ചേർക്കണം, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കണം. സമൂഹത്തോടും സമുദായത്തോടും കടപ്പാടുകളുണ്ട്. ഈ രാജ്യത്തോട് വലിയ കൂറും താല്പര്യവും ഓരോ മുസ്ലിമിനുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആശയമുള്ളത് മദ്രസയിലാണ് ഈ ആദർശങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് അദബും ചിട്ടയും പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള കലാലയങ്ങളെ ഇകഴ്ത്തി കാട്ടാൻ ആര് പരിശ്രമിച്ചാലും മുസ്ലിമീങ്ങൾ അതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരും. ശക്തമായ രീതിയിൽ ജനാധിപത്യമാകുന്ന രാജ്യമാണ് നമ്മുടേത്. അതനുസരിച്ചുകൊണ്ട് ഉലമാക്കളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നിലയിൽ അതിനെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും.